Hello, guys. I'm back. So, myself Aditya. Welcome to another session of newspaper analysis brought to you by Island IAS Ignite Foundation. നമ്മൾ ഒരാഴ്ചയായി കണ്ടിട്ട് അതിനു മുമ്പേ ഞാൻ പോകുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു അനശ്വര മാമായിരിക്കും എടുക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മൊത്തം അനശ്വര മാമായിരുന്നു ക്ലാസ് എടുത്തത്. ഹോപ്പ് ഐ വാസ് നോട്ട് റോങ് ദാറ്റ് ഡേ. വളരെ അടിപൊളിയായിട്ട് ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. സോ നമ്മൾ എടുത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും ഓർത്ത് നോക്കാമോ? നമ്മൾ ഹിമാലയൻ റീജിയൻസിൽ ഒരുപാട് ഇൻസ്റ്റബിലിറ്റി കാരണം കുറേ ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടാകുന്നു, കുറേ ഫ്ലാഷ് ഫ്ലഡ്സ് ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ രണ്ടാഴ്ചയായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. വളരെ ട്രാജിക് ആയിട്ടുള്ള ഇൻസിഡൻസ് നടക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്കതിൻ്റെ റീസൺസ് ഒക്കെ നമ്മൾ നോക്കിയിരുന്നു. അതല്ലാതെ വേറെ എന്താ നോക്കിയത്? നമ്മളൊരു ഏഷ്യാറ്റിക് ലൈനിനെ കുറിച്ചൊക്കെ നമ്മൾ നോക്കിയിരുന്നു. അതിൻ്റെ IUCN സ്റ്റാറ്റസ് ഒക്കെ ഓർക്കുന്നുണ്ടോ? എൻഡേഞ്ചേർഡ് എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ആൻഡ് ആ ഏഷ്യാറ്റിക് ലൈൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമായിരിക്കും കാണുന്നത്. ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? നമ്മളൊരു DRDO ഇല്ലേ, DRDO എന്ന് പറഞ്ഞിട്ട് അവരൊരു ലോങ് റേഞ്ച് മിസൈലിൻ്റെ ഒരു പ്രോജക്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ആ പ്രോജക്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് ടൈപ്പ് ചെയ്തിടുക കേട്ടോ, ഞാനത് പറയുന്നില്ല. പിന്നെ അത് മാത്രമല്ലാതെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ സ്പീച്ച് പ്രമാണിച്ച് നമ്മുടെ പ്രധാനമന്ത്രി ഒരുപാട് അനൗൺസ്മെൻറ്റ്സ് നടത്തി. അതിൽ നമ്മൾ GST എന്ന് പറയുന്ന നമ്മുടെ ടാക്സ് സ്ട്രക്ചറിനെ നല്ല രീതിയിൽ റാഷണലൈസ് ചെയ്യുകയാണ്. അതായത് റിഫോംസ് കൊണ്ടുവരികയാണ്, നെക്സ്റ്റ് ജനറേഷൻ റിഫോംസ്. അതുവഴി 4 സ്ലാബുള്ളതിനെ 2 നമ്മൾ കളയുകയാണ്. അതൊരു വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റെപ്പായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഐ ഹോപ്പ് ദേ ഇംപ്ലിമെൻറ്റ് ഇറ്റ് വെരി സൂൺ. ആൻഡ് ഇപ്പോൾ ഇന്നത്തെ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്, ഹി ഹാസ് ആസ്ക്ഡ് ദി സ്റ്റേറ്റ്സ് ടു കോപ്പറേറ്റ്. ബിക്കോസ് നമുക്കറിയാം GST എന്ന് പറയുന്നത് ഒരു ഫെഡറൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ അതിനകത്ത് സ്റ്റേറ്റ്സിൻ്റെ കോപ്പറേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്സും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ മേജറായിട്ട് ലാസ്റ്റ് വീക്ക് കണ്ടിരുന്നത്. നമ്മളിപ്പോൾ ആക്ച്വലി ഞാനും അനശ്വര മാമും ആയിരിക്കും അത് എടുക്കുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും ഒരു ശൈലി ഒന്ന് നിങ്ങൾക്കൊന്ന് അക്കസ്റ്റംഡായി വരാൻ വേണ്ടിയിട്ടാണ് രണ്ടും ഒരാഴ്ചയായിട്ട് എടുത്തത്. അപ്പോൾ ഇനി മുതൽ നമ്മൾ മാറി മാറിയായിരിക്കും എടുക്കുന്നത്. മേ ബി ഓൾട്ടർനേറ്റ് ഡേയ്സ് അല്ലെങ്കിൽ 2 ഡേയ്സിലൊരിക്കൽ അങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ ഹോപ്പ് യു ആർ ഓക്കെ വിത്ത് വാട്ട് വി ആർ സെയിങ്. സോ നമുക്കിന്ന് അധികം സമയം കിടക്കാത്ത ഇന്നത്തെ ആർട്ടിക്കിൾസിലേക്ക് നമുക്ക് പോകാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് August 18th ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഓപ്പൺ എഡിറ്റോറിയലാണ്. അത് IR റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. നമുക്ക് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലെ കൺട്രീസുമായിട്ട് നമുക്ക് എൻഗേജ് ചെയ്യുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ ഇന്ത്യ എങ്ങനെയാണ് ഇപ്പം ഫോക്കസ് കൊടുക്കുന്നത്, എന്ത് പുതിയ വേസിലാണ് ഫോക്കസ് കൊടുക്കുന്നത് എന്നുള്ള ആർട്ടിക്കിളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മുടെ ഒരു SNP എന്ന് പറഞ്ഞ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഉണ്ട്. അപ്പോൾ അവർ ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിങ്ങിനെ കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അത് മാത്രമല്ലാതെ നമ്മൾ കുറേ കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചുള്ള ഒരു ന്യൂസാണ്. അത് നേരത്തെ വന്നൊരു ന്യൂസിനെ ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യുന്ന രീതിക്ക് ഒരു പറയുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. പിന്നെ അതല്ലാതെ ഇത് മൂന്നും ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നിന്ന് നമുക്ക് പറയാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സംഭവങ്ങളാണ്. നെഗ്ലേറിയ ഫ്ലോറിഡ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോവാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ദ ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു ഓപ്പൺ എഡിറ്റോറിയലാണ്. വേദ വൈദ്യനാഥ് എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ആർട്ടിക്കിൾ നല്ലതായിട്ട് തോന്നി. ബിക്കോസ് ഇറ്റ് ഈസ് ഗിവിംഗ് എ വെരി ന്യൂ പെർസ്പെക്റ്റീവ് ഇൻ ടു ഹൗ വി സീ ദ തിങ്സ്, ഹൗ വി സീ ദ ബയലാറ്ററൽ റിലേഷൻസ്. നമുക്കറിയാം നമീബിയ എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ കൺട്രിയാണ്. സദേൺ ആഫ്രിക്കയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അറ്റ്ലാന്റിക് ഓഷ്യനിലേക്കാണ് അതിൻ്റെ ഒരു ഓപ്പണിംഗ് വരുന്നത്. നമ്മുടെ നിന്നും കുറച്ച് ഫാർ അവേ ആണ്. ബട്ട് സ്റ്റിൽ വി ആർ ആക്ച്വലി റീച്ചിങ് ഔട്ട് ടു ദം. ബിക്കോസ് എന്താണെന്നുള്ളത് നമ്മൾ ഇതിനകത്ത് കാണും ആർട്ടിക്കിളിനകത്ത്. അപ്പോൾ ഇതിലേക്ക് റീസെൻ്റ്ലി പ്രധാനമന്ത്രി അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഓഫ് നമീബിയ അത് അവാർഡ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു കണ്ടക്സ്റ്റിലാണ് നമ്മൾ സാധാരണ പത്രത്തിൽ വായിക്കുമ്പോൾ നമ്മൾ ഇത്രേ വായിക്കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് അവർ എന്തൊക്കെയായിരുന്നു, ട്രേഡ് എന്തെങ്കിലും ചെയ്തോ, എത്രയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും സാധാരണ ന്യൂസിൽ വരുന്നത്. പക്ഷേ വാട്ട് മേക്സ് ദിസ് ആർട്ടിക്കിൾ ഡിഫറൻറ്റ് ഇസ് നമുക്കിത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രി അവിടുത്തെ അസംബ്ലീനെ അഡ്രസ്സ് ചെയ്തിരുന്നു, നാഷണൽ അസംബ്ലീനെ. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു സോഫ്റ്റ് സ്കിൽസ് ആണ്. അതായത് അവർക്ക് വികാരമായിട്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്യുമ്പം സ്വയമായിട്ട് നമുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നി നമ്മൾ എണീറ്റ് നിന്ന് കൈയടിക്കും. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുമ്പോൾ, അതും വേറൊരു കൺട്രിയിലെ ഒരാൾ നമുക്ക് കണക്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ട് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനത്തെ ഒരു സോഫ്റ്റ് ടാക്ടിക്സ് ആയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു നമീബിയൻ പോയറ്റിനെ കോട്ട് ചെയ്തു. മാത്രമല്ല അവിടുത്തെ ഒരു നാഷണൽ പ്ലാന്റ് ആയിട്ടുള്ള സാധനത്തിന് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ മെൻഷൻ ചെയ്തു. പിന്നെ സ്പ്രിംഗ് ബോക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു ആനിമലാണ്. അപ്പോൾ അതിന് ആൻറ്റലോപ്പ് എന്ന് പറയും, സ്പ്രിംഗ് ബോക്ക് എന്ന് പറയുന്നത്, അതിനെ മെൻഷൻ ചെയ്തു. മാത്രമല്ല ഈ ഒഷിവാംബോ എന്ന് പറയുന്നത് ആ നമീബിയൻ റീജിയനിൽ സംസാരിക്കപ്പെടുന്ന ഒരു തരം ലാംഗ്വേജ് ആണ്. ഡയലക്റ്റ് പറയും, ലാംഗ്വേജ് ആസെറ്റ് അല്ല, ഒരു പാർട്ട് ഓഫ് എ ലാംഗ്വേജ് പോലെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ അവരുടെ ലാംഗ്വേജിലെ ഫ്രേസസ് ഒക്കെ നമ്മൾ ഉപയോഗിച്ച് പറയുമ്പോൾ, നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ട് ആരെങ്കിലും ഒരു ഹിന്ദിയിൽ പറയാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ്
സ്റ്റേറ്റ്മെൻറ്റ് വരില്ലേ, അപ്പോൾ ആ രീതിയിൽ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഒരു സോഫ്റ്റ് ജെസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഈ ജെസ്റ്റേഴ്സ് ആർ ഡെലിബറേറ്റ്ലി ടു എൻകറേജ് കൾച്ചറലി മീനിങ് ഫുൾ ടേംസ്. അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക. വെറുതെ ട്രേഡ് ആൻഡ് അത് നമുക്ക് പൊളിറ്റിക്കൽ ടോക്സ് അല്ലാതെ ഈ രീതിയിൽ പറയുമ്പോൾ അവിടുത്തെ പീപ്പിളുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റും, വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഇൻ്റർനാഷണൽ റിലേഷൻസ്. നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു അവിടുത്തെ ഒരു ഡയസ്പോറയും അവിടുത്തെ പീപ്പിളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വലിയൊരു ഇതാണ്. അതിലേക്കാണ് ഈ ആക്ഷൻസ് ഒക്കെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈസ് ഗോയിങ് ടു ബി എ മോർ ഗ്രൗണ്ടഡ് അപ്രോച്ച് ടു ബിൽഡ് പാർട്ട്ണർഷിപ്പ് ബിൽഡിംഗ്. ഇത് ഒരു ഷാർപ്പ് കോൺട്രാസ്റ്റ് ടു വെസ്റ്റേൺ എൻഗേജ്മെൻ്റ് ആണ്. ബിക്കോസ് ഈ വെസ്റ്റേൺ കൺട്രീസൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായിക്കുന്നത് കണ്ടീഷൻസിലൂടെയാണ് സഹായിക്കുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് ഇത്ര കാശ് തരാം, പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഇന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യണം, നിങ്ങളുടെ റിസോഴ്സസ് ഞങ്ങൾക്ക് കുറച്ച് തരണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർ എൻഗേജ്മെൻറ്റ്സ് കൂടുതലും വെസ്റ്റേൺ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നത്. വെസ്റ്റേൺ കൺട്രീസ് എന്ന് പറയുമ്പോഴത്തേക്കും മോസ്റ്റ്ലി നോർത്ത് അമേരിക്കയിലുള്ള അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസിനെയാണ്, യൂറോപ്പ് ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസിനെയാണ് നമ്മൾ വെസ്റ്റേൺ കൺട്രീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ദേ ആർ ഗിവിങ് 8 കണ്ടീഷണാലിറ്റീസ്. നിങ്ങളിവിടെ ട്രാവൽ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ ട്രാവൽ ബാൻസ്, അങ്ങനെ പെട്ടെന്ന് അതായത് USAID എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് US ഈ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഫണ്ടുണ്ട്. ട്രംപ് വന്നപ്പോൾ പുള്ളിക്കാരൻ ഇതൊക്കെ വെറും ചിലവാണ്, ട്രംപും മസ്കും ഒക്കെ എലോൺ മസ്കും ഒക്കെ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അവർക്കൊരു ഡോജ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ പാർട്ടിട്ട് ഈ ചിലവൊക്കെ വെറുതെ നാട്ടുകാർക്ക് കൊടുത്ത് ഗവൺമെൻറ് ട്രഷറി പൈസ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരതൊക്കെ നിർത്തി. അപ്പോൾ എപ്പിസോഡിക്കൽ വിത്ഡ്രോവൽ, ചിലപ്പോൾ കൊടുക്കും ചിലപ്പോൾ കൊടുക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇല്ല. അപ്പോൾ അങ്ങനെയാണ് വെസ്റ്റേൺ സംഭവം വരുന്നത്. അവിടെ നമ്മളിപ്പോൾ ഇന്ത്യ പർസ്യൂ ചെയ്യുന്നത് ഒരു ന്യൂ ആയിട്ടുള്ള ഒരു രീതിയാണ്, ന്യൂ വേ ടു എൻഗേജ് വിത്ത് ആഫ്രിക്ക എന്നുള്ള സംഭവം. അപ്പോൾ അതൊരു അഡാപ്റ്റീവ് ആയിട്ടുള്ള അപ്രോച്ചാണ്, ഫേവറിങ് അലൈൻമെൻറ്റ് ഓവർ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഫോമിങ് ഇഷ്യൂ ബേസ്ഡ് കോയലേഷൻ. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നമ്മൾ പാർട്ട്ണർഷിപ്സ് ഫോം ചെയ്യാനായിട്ട് വരും. അത് കുറേ കൂടെ സോളിഡ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പാണ്. ജസ്റ്റ് കൊടുക്കൽ വാങ്ങൽ മാത്രമല്ല, അത് ഇഷ്യൂ ബേസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രശ്നം എന്നുള്ളൊരു ഫീലിംഗ് വരും. അപ്പോൾ അത് എന്താ പറയുക, ഇതൊരു 3 സ്റ്റെപ്പ് ലോജിക്കിലാണ് ഇത് നമ്മുടെ മുന്നോട്ട് പോകുന്നത്. അതായത് നമ്മുടെ ഇവോക്കിംഗ് ദി ഷെയർഡ് ഹിസ്റ്റോറിക്കൽ സോളിഡാരിറ്റീസ്, എൻഗേജിങ് ഇൻ പ്രസന്റ് ഡേ പ്രാഗ്മാറ്റിക് കോപ്പറേഷൻ ആൻഡ് ഇൻവെസ്റ്റിംഗ് ഇൻ ലോങ് ടേം ഫ്യൂച്ചർ ഓറിയന്റഡ് ടൈസ്. ഈ മൂന്നും എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ആർട്ടിക്കിൾ തന്നെ പറയുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ പറയുന്നത്, ഫോമിങ് ഓർ ഇവോക്കിംഗ് ദി ഷെയർഡ് ഹിസ്റ്റോറിക്കൽ സോളിഡാരിറ്റീസ്. നമുക്കറിയാം നമ്മുടെ ബ്രിട്ടീഷ് കോളനി ആയിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കോളനീസ് ഡിഫറെൻറ്റ് ഫ്രഞ്ച്, ഇന്ത്യൻ, ബ്രിട്ടീഷിലേക്ക് കോളനീസ് ആയിരുന്നു ആഫ്രിക്കയിലെ പല കൺട്രീസും. അപ്പോൾ നമുക്കൊരു ഷെയർഡ് ആയിട്ടുള്ളൊരു ആൻറ്റി കൊളോണിയൽ ഹെറിറ്റേജ് നമുക്കുണ്ട്. കൊളോണിയലിസത്തിന് എതിരെയായിട്ടുള്ള ഒരു ഹെറിറ്റേജ് നമുക്കുണ്ട്. അപ്പം അത് ഒരു നൊസ്റ്റാൾജിയ മാത്രമല്ലാതെ ഒരു സോളിഡാരിറ്റിയുടെ ഒരു വലിയൊരു ഫോഴ്സ് ആയിട്ടാണ് ഇന്ത്യ ഇപ്പോൾ അതിനെ യൂസ് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ജസ്റ്റ് ഇങ്ങനെ നമ്മളൊരു കോളനീസ് ആയിരുന്നു എന്ന് പറയുന്നത് മാത്രമല്ലാതെ ഇപ്പം ന്യൂഡൽഹിയിൽ ആക്ച്വലി ഒരു സൗത്ത് വെസ്റ്റ് ആഫ്രിക്ക പീപ്പിൾസ് ഓർഗനൈസേഷൻ്റെ ഒരു ഫസ്റ്റ് എവർ ഡിപ്ലോമാറ്റിക് ഓഫീസ് നമ്മുടെ ന്യൂഡൽഹിയിലായിരുന്നു തുടങ്ങുന്നത്. എപ്പോഴാണ് നമീബിയയുടെ ലിബറേഷൻ സ്ട്രഗിൾ നടക്കുന്ന സമയത്ത്. മാത്രമല്ല നമ്മുടെ ഒരു കമാൻഡറാണ് ലെഫ്റ്റനന്റ് ജനറൽ ദിവാൻ പ്രേംചന്ദ് എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു യുണൈറ്റഡ് നേഷൻസിൻ്റെ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസ് അതിൻ്റെ ആ ഫോഴ്സിനെ നയിച്ചിരുന്നത്. എവിടെയാണ്, നമീബിയയിലെ അവർ ഇൻഡിപെൻഡൻസിലേക്ക് ട്രാൻസിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ഓഫീസറായിരുന്നു നയിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഹിസ്റ്റോറിക്കലി ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ത്യ ആൻഡ് നമീബിയ തമ്മിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇവോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു സോളിഡാരിറ്റി ബിൽഡ് ചെയ്യും. അപ്പോൾ ഇത് ആക്ച്വലി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് വെരി ഇൻ ഷാർപ്പ് കോൺട്രാസ്റ്റ് വിത്ത് ദി എപ്പിസോഡിക്കൽ എൻഗേജ്മെൻറ്റ് ഓഫ് ദി വെസ്റ്റേൺ. അവർക്ക് ആവശ്യമുള്ളപ്പോൾ ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് ഹിസ്റ്റോറിക്കലി നമ്മളുമായിട്ട് ബന്ധമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കുന്നു. ഇത് മാത്രമല്ലാതെ ഈ വിൻഡ്ഹോക്ക് എന്ന് പറയുന്നത് അവരുടെ ക്യാപിറ്റലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബേസിക്കലി ഇതിനകത്ത് പറയുന്നത് തന്നെ ഇപ്പോഴത്തെ പ്രാഗ്മാറ്റിക് കോപ്പറേഷൻ, അതായത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള രീതിയിൽ, അതായത് ഇന്നത്തെ റിയാലിറ്റീസിനെ ബേസ് ചെയ്താണ് നമ്മുടെ കോപ്പറേഷൻ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇന്ത്യയുടെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അവിടുത്തെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യാനും അവിടെ കുറേ സെൻറ്റർ ഓഫ് എക്സലൻസസ് തുടങ്ങാനും ഇങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഫണ്ട് രീതിയിലൊക്കെ. ഒരു ഇന്ത്യ വിങ് എന്ന് പറഞ്ഞ് നമുക്ക് നമീബിയയിലെ ഒരു ക്യാമ്പസിനകത്ത് ഒരു $12 million ഗ്രാൻറ്റോടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ഒരു യൂത്ത്ഫുൾ പോപ്പുലേഷനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു കോപ്പറേഷനാണ് ഇന്ത്യ ഇപ്പോൾ പർസ്യൂ ചെയ്യുന്നത്. മാത്രമല്ല മൂന്നാമത് ഒരു നോളജ് ബേസ്ഡ് ആയിട്ടുള്ള കോപ്പറേഷനിലേക്കാണ് നമ്മൾ ഫ്യൂച്ചറിലേക്ക് കണക്കാക്കുന്നത്. ബിക്കോസ് ഇപ്പോൾ നമുക്ക് നോക്കാം, നമുക്കറിയാം UPI എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും ഉപയോഗിക്കുന്നു, ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ രീതിയിൽ ഉപയോഗിക്കുന്നു. ആക്ച്വലി UPSCയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രീസ് ആക്ച്വലി എന്താ പറയുക
ഹാസ് അഡോപ്റ്റഡ് UPI എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് അറിഞ്ഞിരിക്കുന്നതല്ല, റീസെൻ്റ്ലി നമീബിയ ഓൾസോ ഹാസ് അഡോപ്റ്റഡ് UPI എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇറ്റ് ഇസ് ദി ഫസ്റ്റ് ആഫ്രിക്കൻ കൺട്രി ടു ഡു സോ. അപ്പോൾ ഇതൊരു നല്ല രീതിയിൽ നമ്മുടെ എന്താ പറയുക ടെക്നോളജീനെയൊക്കെ അവർക്കും ഷെയർ ചെയ്തുകൊണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയുന്നത്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നമീബിയ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്, അവിടെ ആക്ച്വലി അത്യാവശ്യം ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട്, അൺലൈക്ക് അതർ ആഫ്രിക്കൻ കൺട്രീസ്. അവിടെ ഒരു നല്ല റിച്ച് ആയിട്ടുള്ള മിനറൽ റിസോഴ്സസ് ഉണ്ട്, മാത്രമല്ല ഒരു നല്ല രീതിയിൽ ടെക്നോളജിക്കൽ ബേസ് ഇവോൾവ് ആയി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ UPI അവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ വെറുതെ ഒരു പാവപ്പെട്ട രാജ്യമാണെന്നുണ്ടെങ്കിൽ UPI സിസ്റ്റം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്താ പറയുക, നമ്മളൊരു ഗ്ലോബലി എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പ്രൊനൗൺസ് ചെയ്ത് തെറ്റിക്കുന്നില്ല, അപ്പോൾ പ്രസിഡന്റ് ഓഫ് നമീബിയ, അദ്ദേഹം ഈ ഒരു എന്താ പറയുക ഗ്ലോബലി ഉള്ള എക്കണോമിക്കലി ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ റിഫോംസ് കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുമ്പോൾ സമയത്ത് ഇറ്റ് ഈസ് ഓൾസോ എക്വയിങ് ഇന്ത്യാസ് ഓൺ വിഷൻ ഓഫ് ഇക്വിറ്റബിൾ ആൻഡ് ഇൻക്ലൂസീവ് ഗവർണൻസ് എന്നുള്ള രീതിക്ക്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ കുറച്ച് ആർട്ടിക്കൽ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് നാൾ മുമ്പേ പറഞ്ഞിരുന്നു, ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിനാണ് നമ്മൾ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇന്ത്യ ഒരു ലീഡർ ആവാനായിട്ടാണ് ഇപ്പോൾ ഒരു രീതിയിൽ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലോബൽ സൗത്ത് ഡെവലപ്പിംഗ് ആയിട്ടുള്ള എല്ലാ കൺട്രീസിനെ കോപ്പറേഷൻ എൻഷുർ ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ വിസിറ്റിൻ്റെ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്, ഇറ്റ് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഫസ്റ്റ് ഇൻ നിയർലി 3 decades. ഒരു ഇന്ത്യൻ ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് അങ്ങോട്ട് പോവുക, ഒരു റീസെൻറ്റ് വിസിറ്റ് നടത്തുക എന്നുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് ബേസിക്കലി പിന്നെ പറയുന്നത് 2 കാര്യങ്ങൾ നമ്മൾ എന്താ ചെയ്തതെന്നുള്ളതാണ്. നമ്മളൊരു MOU സൈൻ ചെയ്തു, ഒരു എൻ്റർപ്രണർഷിപ്പ് ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ. മാത്രമല്ല നമ്മുടെ ഗ്ലോബൽ ബയോഫ്യൂൽ അലയൻസ് എന്നും കോയിലേഷൻ ഫോർ ഡിസാസ്റ്റർ റെസിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ, ഇത് രണ്ടും ഒരു ഗ്ലോബൽ ഗ്രൂപ്പിംഗ് ആണ്. ഇതിനെക്കുറിച്ച് നമുക്ക് വേറൊരു ദിവസം നോക്കാം കേട്ടോ. അപ്പോൾ ഈ 2 ഗ്ലോബൽ ഗ്രൂപ്പിംഗും ഇന്ത്യ ലീഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിംഗ് ആണ്. അപ്പോൾ ഇതിൽ നമീബിയയും കൂടെ ജോയിൻ ചെയ്തു, നമീബിയാസ് അക്സഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഇന്ത്യക്ക് കുറേ കൂടെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് ആയിരുന്നു നമീബിയ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയൊരു പോരായ്മ എന്ന് പറയുന്നത്, നമുക്കൊരു എന്താ പറയുക, അവിടുത്തെ ക്രിട്ടിക്കൽ മിനറൽസ് നമ്മൾ കണ്ടു, അതിൽ നമുക്കൊരു ചെറിയൊരു ട്രേഡൊക്കെ വരുത്താം എന്നുള്ള രീതിക്കൊന്നും ഇതിനകത്ത് പറയപ്പെട്ടിട്ടില്ല ഈ ഒരു MOUസിനകത്തൊക്കെ. മാത്രമല്ല ഒരു ലീഡിങ് യുറേനിയം പ്രൊഡ്യൂസർ എന്നുള്ള രീതിക്ക് നമീബിയയെ നമുക്ക് നമ്മുടെ ക്ലീൻ ടെക്നോളജീസിന് വേണ്ടിയിട്ട് നമുക്കിതിനെ സമീപിക്കാവുന്നതാണ്. പക്ഷേ അതൊന്നും അത്രയധികം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ ഇപ്പോഴത്തെ അപ്രോച്ച് ഈസ് ആക്ച്വലി എംഫസൈസിങ് ഓൺ ബിൽഡിംഗ് ദ ട്രസ്റ്റ് ബിറ്റ്വീൻ പീപ്പിൾ ആസ് വെൽ ആസ് ദി കൺട്രീസ് എന്നുള്ള രീതിക്കാണ്. അപ്പോൾ ഇതിത്ര മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ, വേറൊന്നും ഇതിനകത്ത് അധികം ഡിസ്കസ് ചെയ്യാനായിട്ടില്ല. പക്ഷേ ഇത് കണ്ടോ, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പെർസ്പെക്റ്റീവാണ് ഇതിനകത്ത് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും രീതിയിൽ ഒരു വേ ഫോർവേഡ് ഒക്കെ കൊടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവാം. അടുത്ത ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞ പോലെ ആക്ച്വലി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന ഒരു എഡിറ്റോറിയലാണ്. കഴിഞ്ഞ ആഴ്ച S&P എന്ന് പറഞ്ഞ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഉണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഇന്ത്യയുടെ സോവറിൻ ക്രെഡിറ്റ് റേറ്റിംഗിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ S&P എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. ഇത് വേറൊന്നുമല്ല, നമ്മളിപ്പോൾ കടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എത്രത്തോളം നമുക്ക് റീപേ ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്, ദ എബിലിറ്റി ടു റീപേ ദ ലോൺ ഓർ ഡെപ്റ്റ് ദാറ്റ് വി ഹവ് ടേക്കൺ, അതിനെ ഒരു മെഷർ ചെയ്യുന്ന ഒരു രീതിയിലാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ S&P എന്ന് പറയുന്നത് വൺ ഓഫ് ദി ക്രെഡിറ്റ് റേറ്റിംഗ് ആണ്. മേജർലി വരുന്നത് ഈ മൂഡീസ്, S&P, ഫിച്ച് എന്ന് പറയുന്ന രീതിക്കാണ് 3 ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആണ്. അപ്പോൾ ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ് ഫോർ ഡിഫറെൻറ്റ് റീസൺസ്. ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വർഷം സംതിങ് എന്തോ കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്താ പറയുക, നമുക്കൊരു അപ്ഗ്രേഡ് വന്നിരിക്കുന്നത്. കാര്യം ദിസ് ഈസ് കമ്മിങ് ആഫ്റ്റർ 18 years. ഫസ്റ്റ് അപ്ഗ്രേഡ് ബൈ ദി ഏജൻസി ഇൻ 18 years ആണ്. അപ്പോൾ ഇത് ബേസിക്കലി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന 2 ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ നമുക്കിത് എന്താണെന്നുള്ളൊരു കാര്യം നോക്കാം. നമുക്കൊരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി, അവർക്കൊരു സ്കെയിലുണ്ട്. ഇതാണ് അവരുടെ സ്കെയിൽ. അപ്പോൾ ഇത് AAA എന്നും AA+ എന്നും അത് പല രീതിയിലുണ്ട്. നമുക്കിതെല്ലാം നോക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഐഡിയ അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആക്ച്വലി BBB മൈനസ് ആയിരുന്നു, അതിനെ ഇപ്പോൾ BBB എന്നുള്ള രീതിക്ക് ആക്കിയിട്ടുണ്ട്. ചെറിയ അപ്ഗ്രേഡ് ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് എ വെരി ഗുഡ് സ്റ്റെപ്പ് ബിക്കോസ് ഇറ്റ് ഈസ് കമ്മിങ് ആഫ്റ്റർ എ ഗ്യാപ്പ് ഓഫ് നിയർലി 2 decades. 18 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഈ ഒരു അപ്ഗ്രേഡ് ഇന്ത്യക്ക് കിട്ടുന്നത്. പക്ഷേ ഇന്ത്യ കുറേ കാലങ്ങളായിട്ട് പറയുന്നുണ്ട് ഇത് ശരിയല്ല, നമുക്ക് നമ്മുടെ എക്കണോമിക് ഫണ്ടമെന്റൽസ് നമുക്കറിയാം. നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്, ഇന്ത്യ ഈസ് ദി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മേജർ എക്കണോമി ഇൻ ദ വേൾഡ് ആൻഡ് ഇന്ത്യയുടെ GDP നല്ലപോലെ ഗ്രോ ചെയ്യുന്നു, ഇന്ത്യക്ക് നല്ല ബഡ്ജറ്റ് ഉണ്ട്, ഇന്ത്യയുടെ എന്താ പറയുക ഡെപ്റ്റ് ഒക്കെ കുറച്ച് കുറഞ്ഞു വരുന്നു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഈ റേറ്റിംഗ് ഏജൻസി നമുക്ക് ഏകദേശം ഒരു താഴ്ന്ന ഒരു രീതിയിലായിരുന്നു റേറ്റിംഗ് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ത്യ ഒരുപാട് പ്രൊട്ടസ്റ്റ് ചെയ്യുമായിരുന്നു. ആൻഡ് ദേ വർ ആസ്കിങ് ദീസ് 3 things, അതായത് SP, മൂഡീസ് റേറ്റിംഗ്, ഫിച്ച്
ഫിച്ച് റേറ്റിംഗ്സ് ഇവരെയൊക്കെ നമ്മൾ സമീപിച്ചിട്ട് പറയുമായിരുന്നു ഇത് ശരിയല്ല എന്നുള്ള രീതിക്ക്. മാത്രമല്ല എക്കണോമിക് സർവേ 2021 അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബഡ്ജറ്റിന് മുന്നേ ഇറക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് എക്കണോമിക് സർവേ. അപ്പോൾ അതിനകത്ത് ഡസ് ഇന്ത്യ സോവറൈൻ ക്രെഡിറ്റ് റേറ്റിംഗ് റിഫ്ലക്ട് ഇറ്റ്സ് ഫണ്ടമെന്റൽസ് നോ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ ഗവൺമെൻറ് അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇറക്കാനായിട്ടുള്ള മേജർ കാര്യം തന്നെ നമ്മുടെ ഒരു ഫിസ്ക്കൽ കൺസോളിഡേഷൻ, അതായത് പൈസ ചെലവാക്കുന്നതിൽ നമ്മൾ കാണിക്കുന്ന കാര്യപ്രാപ്തി ആൻഡ് നമ്മുടെ ഡെറ്റ് ലെവൽസിനെയൊക്കെ കുറച്ചുകൊണ്ട് വരിക, അതാണ് ഫിസ്ക്കൽ കൺസോളിഡേഷൻ എന്ന് നമ്മൾ ബേസിക്കലി പറയുന്നത്. നമ്മൾ നമ്മുടെ GS ക്ലാസ്സസിലൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും. ഇത്രയും ചെറിയ മിനിറ്റിൽ നമുക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഫിസ്ക്കൽ കൺസോളിഡേഷൻ നമ്മൾ ചെയ്യുന്നതിലാണ് ഈ S&P എന്ന് പറയുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി നമുക്ക് കുറച്ച് ഹയർ അപ്ഗ്രേഡ് തന്നിരിക്കുന്നത്. അത് നമുക്ക് ആക്ച്വലി 2003 തന്നെ FRBM ആക്ട് എന്ന് പറയും, ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട്. നമ്മുടെ ഈ അധികം വെറുതെ ഇങ്ങനെ കാശ് കടമെടുത്ത് ചെലവാക്കി കൊടുക്കുക, അത് ഒരുപാട് ഡെപ്റ്റ് വരും ഗവൺമെൻറ്. അപ്പോൾ അതിനെയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടാണ് FRBM ആക്ട്. അപ്പോൾ FRBM ആക്ട് വെച്ചിട്ട് നമുക്ക് നേരത്തെ ഉണ്ട്. പക്ഷേ FRBM ആക്ട് പ്രകാരം ഞാൻ അധികം ടേംസിലേക്ക് പോകുന്നില്ല. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടേംസ് വരുന്നുണ്ട്. സിമ്പിളാണ്, പക്ഷേ വിൽ ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഡീറ്റെയിൽസ്. നമുക്കൊരു ടാർഗറ്റ് അതിന് സെറ്റ് ചെയ്ത് 3% ഓഫ് ദ GDP എന്ന്. അത് ഇത്രയും വർഷത്തിൽ നമ്മൾ 2007 എന്ന് പറയുന്ന ഒരു വർഷത്തിൽ മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് അച്ചീവ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ ഈ ഫിസ്ക്കൽ കൺസോളിഡേഷനിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ കോവിഡിന് ശേഷം നമ്മൾ ഒരുപാട് രീതിയിൽ ഇപ്പോഴത്തെ ഇന്ത്യ ഗവൺമെൻറ് ദേ ആർ ടേക്കിംഗ് എഫേർട്സ് ടു കൺട്രോൾ ആൻഡ് കം വിത്തിൻ ദ ടാർഗറ്റ്. അപ്പോൾ അവരിപ്പോഴത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 4.4% ആണ്. ഇപ്പോൾ ഓഫ് ദി GDP ആണ് ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഈ ബേസിക്കലി കുറച്ച് ഡേറ്റ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് കൂടുതലൊന്നുമില്ല. ഇന്ത്യ റിമെയിൻസ് ആക്ച്വലി വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമീസ് ആണ്. ആൻഡ് എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിലപ്പം അനശ്വര മാമും പറഞ്ഞിട്ടുണ്ടാകും, ചിലപ്പോഴെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഞാനും കണ്ടായിരുന്നു. അത് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ റേറ്റ് വൺ ഓഫ് ദി ലോവസ്റ്റ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. 1.55% ആണ് ഇൻ ജൂലൈ. ആൻഡ് 2017 മുതൽ ഇറ്റ് ഈസ് ദി ലോവസ്റ്റ് സംഭവം. അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ വരുന്നത് കൊണ്ട് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി നമ്മുടെ റേറ്റിങ്ങിനെ കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി എ മെഷർ ഓഫ് ദി കൺട്രീസ് ക്രെഡിറ്റ് വർത്തിനെസ്. ഇഫ് യു റീപേ ദ ലോൺസ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ബിൽസ് ഓൺ ടൈം നമുക്ക് ഒരു നല്ല ക്രെഡിറ്റ് സ്കോർ കിട്ടും. അതുപോലെ തന്നെ കൺട്രീസിനും, അതായത് നമ്മൾ വാങ്ങിക്കുന്ന കടത്തിനെ നമ്മൾ എത്രത്തോളം നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ BBB എന്ന് പറയുന്ന റേറ്റിംഗ് ഉണ്ടല്ലോ, അത് പറയുന്നത് വി ഹാവ് ദി അഡിക്വേറ്റ് കപ്പാസിറ്റി ടു മീറ്റ് ദ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ്. പക്ഷേ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ അതിനകത്തുണ്ട് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ഈ BBBക്ക് ശേഷം എന്താ വരുന്നത്, A എന്ന് പറഞ്ഞു വരും, പിന്നെ AA വരും, പിന്നെ AAA വരും. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ റേറ്റിംഗ് കൊടുക്കുന്നത്? ജസ്റ്റ് ഒരു ഡെവലപ്ഡ് കൺട്രീസിനെ ബേസ് ചെയ്തിട്ടാണോ? അല്ല, എല്ലാ ഡെവലപ്ഡ് കൺട്രീസിനും ഈ ഒരു റേറ്റിംഗ് ഇല്ല എന്നുള്ളതാണ് ഇത് പറയുന്നത്. നല്ല റിച്ച് ആയിട്ടുള്ള കൺട്രീസ്, ഇപ്പോൾ ആക്ച്വലി AA റേറ്റിംഗ്സ് എന്ന് പറയുന്നത് കൺട്രീസിന് ഓസ്ട്രേലിയ, കാനഡ, ഡെൻമാർക്ക്, ജർമ്മനി പോലുള്ള കൺട്രീസിനാണ് AAA റേറ്റിംഗ് വരുന്നത്. ഈ നല്ല റേറ്റിംഗ് വരുമ്പോൾ എന്താ വരുന്നത്? ക്രെഡിറ്റ് വർത്തിനെസ്, അതായത് ആ പറഞ്ഞ കൺട്രീന് ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുമെന്നുള്ളൊരു നല്ല ഉറപ്പുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ കടം കൊടുക്കുന്ന ആൾക്കാർ എന്ത് ചിന്തിക്കും? കൊടുത്ത കാശ് തിരിച്ചു കിട്ടുമെന്നല്ലേ. അപ്പോൾ തിരിച്ച് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തിലേ നമ്മൾ കൂടുതൽ കൊടുക്കുള്ളൂ. അപ്പോൾ ഈ ക്രെഡിറ്റ് റേറ്റിനെസ്സിൻ്റെ ഒരു വർത്തിനെസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പക്ഷേ റിച്ച് ആയിട്ടുള്ള കൺട്രീസിനല്ല ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. കാര്യം എന്താ? നമുക്കറിയാം US ഇസ് വെരി റിച്ച്, പക്ഷേ അതിന് AAA അല്ല ഇതിൻ്റെ റേറ്റിംഗ്, AA+ ആണ് ഇത് ആക്ച്വലി വരുന്നത്. 2011 മുതൽ AA+ ആണ്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ബേസ്ഡ് ഓൺ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്, നോട്ട് ജസ്റ്റ് ബേസ്ഡ് ഓൺ ദി എന്താ പറയുക വെൽത്ത് ഓഫ് എ നേഷൻ. റിച്ച് ആയിട്ട് ഉണ്ടായിരുന്നാൽ മാത്രം പോരാ, പക്ഷേ അതിന് എബിലിറ്റി ടു റീപേ ചെയ്യണമെന്നുള്ളത്. കാര്യം ഇത് വേറൊന്നുമല്ല, US കോൺഗ്രസ് അവരുടെ ഡെപ്റ്റ് സീലിങ്ങിനെ കുറച്ച് റേസ് ചെയ്തിരുന്നു, അതായത് കടമെടുക്കുന്ന പരിധിയെ കുറച്ച് കൂട്ടി. അപ്പോൾ നമുക്ക് ഡെപ്റ്റ് റീപേ ചെയ്യാനായിട്ടുള്ള ലിമിറ്റ് നമുക്ക് പറ്റുമോ എന്നുള്ള ഡൗട്ട് വന്നുകൊണ്ടാണ് അവരെ ഡൗൺഗ്രേഡ് ചെയ്തത്. അത് ജസ്റ്റ് റീസൺ പറയുന്നതേ ഉള്ളൂ, എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് പറഞ്ഞു പോകുന്നത് മാത്രം. അതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഒരു അവരുടെ എഡിറ്റോറിയലാണ് ഇത്, ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ. അത് പറയുന്നതും വേറെ ഒന്നുമല്ല, നമ്മളൊരു കറക്റ്റായിട്ടുള്ളൊരു ഫിസ്ക്കൽ കൺസോൾട്ടേഷൻ പാത്തിലേക്ക് പോകണം. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ഇൻ 18 years ആണ് ഇത് നടക്കുന്നതെന്നുണ്ടെങ്കിലും അത് നമുക്ക് കമ്മിറ്റ്മെൻറ്റ് ടു ഫിസ്ക്കൽ കൺസോൾട്ടേഷനും നമ്മുടെ എന്താ പറയുക, നമ്മളെ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി, ആ ക്വാളിറ്റി ഓഫ് സ്പെൻഡിങ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരുപാട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തുന്നുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ റോഡ് പണിയുന്നതും ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതും ഇതൊക്കെ വർഷങ്ങളായാലും അവിടെ നിലനിൽക്കും. പക്ഷേ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമുക്ക് ആർക്കെങ്കിലും ശമ്പളം കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനായിട്ട് കൊടുക്കുക, ഇതൊക്കെ വൺ ടൈം യൂസ് ആയി കഴിഞ്ഞാൽ തീർന്നു. പക്ഷേ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് കാലങ്ങളായിട്ടും അതിൻ്റെ റിസൾട്ട് നമുക്ക് അനുഭവപ്പെടാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള സ്പെൻഡിങ് കൂടുതൽ നമ്മൾ ഇതാക്കുന്നു. മാത്രമല്ല ഇൻഫ്ലേഷണറി എക്സ്പെക്ടേഷൻ നമ്മൾ കണ്ടു, 1.55% ഇൻഫ്ലേഷൻ ഉള്ളൂ. അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതിലൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് വന്നേക്കുന്നതെന്നാണ് ഇത് പറയുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ച് നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ ട്രംപ് അദ്ദേഹം നമുക്ക് ഒരുപാട് അറിയാമല്ലോ, കുറേ ടാരിഫൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ആ ടാരിഫിനൊക്കെ മിനിമൽ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് മാത്രമേ
മാത്രമേ ഇന്ത്യയിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ എന്നാണ് S&P വിലയിരുത്തുന്നത്. കാര്യം വേറൊന്നുമല്ല, വി ആർ ലെസ് റിലയൻറ്റ് ഓൺ ദി ട്രേഡ്, എസ്പെഷ്യലി ദി US ട്രേഡ്, ബിക്കോസ് അതൊരു 2% മാത്രമേ GDP ആവുന്നുള്ളൂ. നമ്മൾ മോർ ഡൊമസ്റ്റിക് കൺസംഷനിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതൊക്കെ എവിടെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ചൈനയുടെ ശശി തരൂർജി എഴുതിയ നമ്മളൊരു ആർട്ടിക്കിൾ നമ്മൾ കണ്ടായിരുന്നു. അതിനകത്ത് ചൈനയിൽ വീക്ക് ആയിട്ടുള്ള ഇന്റേണൽ കൺസംഷൻ ഉണ്ട്, അതാണ് അവരുടെ മേജർ ഇഷ്യൂ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഓർക്കുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് കൺസംഷൻ ഉണ്ട്. സോ ദറ്റ്സ് എ ഗുഡ് സൈൻ എന്നുള്ള രീതിക്കാണ്. വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും പറയാനായിട്ടൊന്നുമില്ല. നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവാം. അടുത്തതൊരു ഓപ്പൺ എഡിറ്റോറിയലാണ്. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, ഇതിനകത്ത് നമുക്കൊരു ജസ്റ്റ് ഒരു കേസിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് നമ്മൾ പറയാം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ പറയുന്നത് നമുക്കറിയാം, CEC ആക്ട് 2023 നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് ഒരു അൻഡു ബരൻവാൾ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കേസ് നടക്കുന്ന സമയത്ത്, അതായത് ഈ EC ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ഇലക്ഷൻ കമ്മീഷണേഴ്സ്, ഇവരെയൊക്കെ നേരത്തെ അപ്പോയിന്റ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇപ്പോഴും പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്, പക്ഷേ നേരത്തെ യൂണിയൻ ക്യാബിനറ്റ് ഹെഡഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ, അവർ പറയുന്ന ഒരു റെക്കമെൻഡേഷൻ ചെയ്യുന്ന പേരിനെ അവർ ജസ്റ്റ് അപ്പോയിന്റ് ചെയ്യും. പക്ഷേ നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണെന്നുള്ളത്. അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഈ എന്താ പറയുക, എക്സിക്യൂട്ടീവ് ഇല്ലേ, നമ്മുടെ ഗവൺമെന്റ് ജസ്റ്റ് പറയുന്ന ആൾക്കാരെ മാത്രം എടുത്താൽ പോരാ എന്ന് പറഞ്ഞ് ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ കോടതിയിൽ വന്നപ്പം ഇത്രയും വർഷത്തിന് ശേഷം, അതായത് 1950 നമ്മുടെ ഇലക്ഷൻ കമ്മീഷനൊക്കെ വന്ന് അതൊക്കെ ശേഷം നമുക്ക് 2023 സുപ്രീം കോടതി ഈ ഒരു കേസിനകത്ത്, അനൂപ് ബരൻവാൾ കേസിനകത്ത് പറഞ്ഞു, ഇതിനൊരു സെലക്ഷൻ കമ്മിറ്റി വേണം. ആ സെലക്ഷൻ കമ്മിറ്റിയിൽ ഇറ്റ് ഷുഡ് ബി ലൈക്ക് എന്താ പറയുക, പ്രൈം മിനിസ്റ്റർ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ ദി ലോക്സഭ ആൻഡ് CJI, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഈ 3 പേരടങ്ങുന്നത് വേണം അവരെ സെലക്ട് ചെയ്യാൻ, അൺടിൽ പാർലമെന്റ് ഇനാക്ട്സ് എ ലോ ഓൺ ദിസ് റെസ്പെക്ട്. അപ്പോൾ ഈ രീതിയിൽ പറഞ്ഞിരുന്നെങ്കിലും അതിനുശേഷം തൊട്ടടുത്ത വർഷം അല്ലെങ്കിൽ 2023 തന്നെ ഈ ആക്ച്വലി എന്താ ചെയ്തു, അവരൊരു ആക്ട് കൊണ്ടുവന്നു, CEC ആക്ട് എന്ന് പറഞ്ഞാൽ അത്രയും പറഞ്ഞാൽ മതി. അപ്പോൾ ഇതിനകത്ത് മേജറായിട്ട് പറഞ്ഞത് ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ സുപ്രീം കോടതി പറഞ്ഞത് പ്രൈം മിനിസ്റ്റർ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആൻഡ് CJI എന്നാണ്. അവർ പതുക്കെ ഈ CJI മാറ്റിയിട്ട് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ എന്നുള്ള രീതിക്കാക്കി. ഇതിപ്പോൾ കാര്യങ്ങൾ എളുപ്പമായല്ലോ. ഇപ്പോൾ നമുക്കറിയാം മെജോറിറ്റിയാണ് തീരുമാനം എടുക്കുന്നത്. 3 പേരിൽ 2 പേരും ഗവൺമെൻറ് പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ആളെ നിയമിക്കാം. അപ്പോൾ ഇത് ആ ഒരു കോർട്ടിൻ്റെ ഒരു വെർഡിക്റ്റിനെ തന്നെ നള്ളിഫൈ ചെയ്യുന്ന രീതിക്കുള്ള ഒരു സ്റ്റെപ്പായി പോയി. അത് എത്രയും പെട്ടെന്ന് തിരുത്തണം എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിൻ്റെ ബേസിക് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആക്ടിനകത്ത് എന്താ മേജറായിട്ട് ഇത് വരുന്നതെന്നാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. അപ്പോൾ ഈ സെലക്ഷൻ കമ്മിറ്റി സെലക്ട് ചെയ്യുമല്ലോ, ഇവരെങ്ങനെ സെലക്ട് ചെയ്യും? ഒരു 5 പേരെ ഈ സെർച്ച് കമ്മിറ്റി സെർച്ച് ചെയ്യണം. ഈ സെർച്ച് കമ്മിറ്റി വിൽ ബി ഹെഡഡ് ബൈ ദി യൂണിയൻ ലോ മിനിസ്റ്റർ ആസ് വെൽ ആസ് 2 members, സെക്രട്ടറി ലെവലിലുള്ള 2 പേര്, അങ്ങനെ 3 പേര് അടങ്ങുന്ന ഒരു സെർച്ച് കമ്മിറ്റി പറയുന്ന ഒരു 5 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഈ സെലക്ഷൻ കമ്മിറ്റിക്ക് കൊടുക്കും. അപ്പോൾ ഇവരതിൽ നിന്ന് ചൂസ് ചെയ്യണം. പക്ഷേ ഈ ആക്ടിൽ എന്താ പറയുന്നത്, സെക്ഷൻ 8 പ്രകാരം ഇവർ കൊടുക്കുന്ന 5 പേരിലും പുറമേ പേരും അവർക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഗവൺമെന്റിന് എന്തുമാവാം എന്നുള്ള രീതിക്കാണ് ഈ ഒരു ആക്ടിനകത്ത് അവരൊരിത് വരുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്ക് ഈ ഇലക്ഷൻ കമ്മീഷൻ ഭയങ്കര ട്രാൻസ്പെറൻറ്റും ഫെയറും ആക്കാനാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത്. പക്ഷേ ഇത് അതിൻ്റെ ഒരു നേരെ താഴേക്കുള്ളൊരു സ്റ്റെപ്പിലേക്കാണ് ഈ ഒരു ആക്ട് വന്നേക്കുന്നത്. പിന്നെ വേറൊന്നുമല്ല, നമ്മുടെ ഇലക്ഷൻ കമ്മീഷണറായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു സെക്രട്ടറി ലെവൽ ഇതുണ്ടായിരിക്കണം, അവർക്ക് നല്ല രീതിയിൽ ഇലക്ഷൻ മാനേജ് ചെയ്തിട്ടുള്ള ഇതുണ്ടായിരിക്കണം, അതൊക്കെയാണ് കഴിവ് പറയുന്നത്. ആൻഡ് once they are appointed, they will be appointed for a term of 6 years. നമുക്കറിയാം ലോക്സഭ, ഈ പറയുന്ന സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയൊക്കെ 5 വർഷത്തിനാണ്. പക്ഷേ ഇത് നമുക്ക് 6 ഇയേഴ്സിനകത്തേക്കാണ് അപ്പോയിൻമെൻറ്റ്. ഇത് നമ്മൾ നോട്ട് ചെയ്തിരിക്കേണ്ട കാര്യമാണ്, 6 years എന്നുള്ളത്. ഓർ അൺടിൽ ദേ അറ്റൈൻ ദ ഏജ് ഓഫ് 65 years. സാധാരണ രീതിയിൽ നമുക്ക് എന്താ പറയുക, റിട്ടയർമെൻറ്റ് ഏജ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും 58 to 60 years അല്ലെങ്കിൽ 62 years ആണ് ഹൈക്കോർട്ടിലൊക്കെ. പക്ഷേ ഇവിടെ വരുമ്പോൾ 65 years, അത് നോട്ട് ചെയ്യണം. ആൻഡ് ദേ കനോട്ട് ബി റീഅപ്പോയിൻറ്റഡ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ റീഅപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇഫ് അറ്റ് ഓൾ ഒരു ഇലക്ഷൻ കമ്മീഷണർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ടോട്ടൽ ടേം അത് 6 years കൂടാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്. ആൻഡ് അവരുടെ സാലറിയും അവരെ റിമൂവ് ചെയ്യുന്ന മാനർ ആസ് വെൽ ആസ് ഗ്രൗണ്ട്സ്, ഇത് രണ്ടും ഒരു സുപ്രീം കോടതി ജഡ്ജിനെ നമ്മൾ എങ്ങനെ റിമൂവ് ചെയ്യും നമ്മൾ കണ്ടിരുന്നു. നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ച ഞാൻ എടുത്തിരുന്ന ക്ലാസ്സിലാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് റിമൂവൽ ഓഫ് എ ഹൈക്കോർട്ട് ജഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന അതേ പ്രോസസ്സിൽ തന്നെയാണ് നമ്മൾ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. നോട്ട് ദ ടേം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. സാധാരണ വേറെ ഇലക്ഷൻ കമ്മീഷണേഴ്സിന് അങ്ങനെയൊന്നും ബാധകമല്ല. അവരെ റിമൂവ് ചെയ്യാൻ ഗവൺമെന്റിന് പറ്റും വിത്ത് ദി
കൺകറൻസ് ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അപ്പോൾ ഈ ഒരു പ്രൊട്ടക്ഷൻ ലൈക്ക് SC ജഡ്ജിനെ റിമൂവ് ചെയ്യാന്നുള്ളത് അത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ ഉള്ളൂ. ഇലക്ഷൻ കമ്മീഷണേഴ്സിന് അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല. ഇതിനാണ് ഈ ആർട്ടിക്കിൾ ആക്ച്വലി നമ്മൾ നോക്കേണ്ടത്. വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും പറയുന്നില്ല, ഒരുപാട് നല്ല കട്ടിയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതാണ്, അത് നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ ഇവിടെ ഒരു ടേം ഉപയോഗിക്കുന്നുണ്ട്, ഫോർത്ത് ബ്രാഞ്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഗവൺമെന്റിന് 3 ബ്രാഞ്ച് ഉണ്ട്. എന്താ? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. പക്ഷേ ദർ ഇസ് എ നീഡ് ടു ഇവോൾവ് ഫോർത്ത് ബ്രാഞ്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് വിൽ ബി ലൈക്ക് വെരി ഓട്ടോണമസ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി റൂളിംഗ് ഡിസ്പെൻസേഷൻ. എക്സിക്യൂട്ടീവിൻ്റെ കൺട്രോളല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വേണം എന്നുള്ള രീതിക്കാണ്. ഈ ഒരു ഫോർത്ത് ബ്രാഞ്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ടേം ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ആൻസേഴ്സിൽ എവിടെയെങ്കിലും എഴുതുമ്പം ഈ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ പറയുന്നതിനെക്കാട്ടിലും ഈ ഒരു ടേം വരുമ്പോൾ നമുക്കൊരു ആഡഡ് ഒരു അട്രാക്ഷൻ കിട്ടും. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് പറയുന്നുണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സൗത്ത് ആഫ്രിക്കയിൽ ആക്ച്വലി ഇങ്ങനെ ഒരു സംഭവം തന്നെയുണ്ട്. സപ്പോർട്ടിംഗ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസീനെ ഒരു ചാപ്റ്റർ 9 ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അത് പറയുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടായിട്ടാണ് അവിടുത്തെ ഇലക്ഷൻ കമ്മീഷനൊക്കെ വരുന്നത്. അപ്പോൾ പക്ഷേ ഇന്ത്യയിൽ സാഡ്ലി അങ്ങനെ ഒരു സംഭവം നമുക്കില്ല. അങ്ങനെ രീതിയിൽ ഒരു മോഡേൺ ഡെമോക്രസി എന്നുള്ള രീതിയിൽ നമ്മതിനെ ഇവോൾവ് ചെയ്തെടുക്കണം. ആൻഡ് അവർക്കുള്ള ഓട്ടോണമിയൊക്കെ കൊടുക്കണം. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അനൂപ് ബരൻവാൾ വെർഡിക്റ്റ് എന്ന് പറയുന്ന രീതിക്ക് നമ്മൾ ആ ഒരു പൊസിഷൻ റീസ്റ്റോർ ചെയ്യണം, CJനെ ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പോഴത്തെ നിലയിലുള്ള രീതിയിൽ തുടരാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ഫോർത്ത് ബ്രാഞ്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള കാര്യം മാത്രം ഒന്ന് ഓർക്കുക. ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വളരെ ക്വിക്കായിട്ട് ചെറിയ കുറച്ച് കാര്യങ്ങളിലേക്ക് പോവാം. നെഗ്ലേറിയ ഫൗളേറി എന്ന് പറഞ്ഞ് ഒരു ന്യൂസിൽ വർഷങ്ങളായിട്ട് വരുന്നുണ്ട്. ഞാനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയം മുതലേ ഇതുണ്ട്. അപ്പോൾ ഈ ഒരു ടേം റീസെൻ്റ്ലി സീൻ ഇൻ ന്യൂസ് ഈസ് എന്താ പറയുക ഈസ് ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് വാട്ട് എന്നുള്ള രീതിക്ക് UPSC ചോദ്യം വരാം. ബിക്കോസ് ഇത് വർഷങ്ങളായിട്ട് വരുന്നത് കൊണ്ട് യു ഷുഡ് നോട്ട് ദിസ്. അപ്പോൾ ഇത് വേറൊന്നുമല്ല, ഇതിനൊരു ബ്രെയിൻ ഈറ്റിംഗ് അമീബയാണ് ഈ നെഗ്ലേറിയ ഫൗളേറി എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെയാണ് സാഡ്ലി ഇത് കാണപ്പെട്ടു വരുന്നത്. 2-3 പേര് അതിന് മരിച്ചു പോയിട്ടുണ്ട്. ഒരാൾ മാത്രം ഇസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു സർവൈവ് ഇൻ ദിസ് ഇന്ത്യ. അത് ഒരാളായിരുന്നു കോഴിക്കോട് നിന്ന്. അപ്പോൾ ഇത് ആക്ച്വലി ആദ്യം ഇത് വരുന്നത് 1971 കേരളയിൽ 2016 ഇത് ആദ്യം വരുന്നത്. ഇത് വേറൊന്നുമല്ല, ഇതൊരു ആദ്യം ഓർക്കുക, നെഗ്ലേറിയ ഫൗളേറി എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ ഈറ്റിംഗ് അമീബയാണ്. സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ അത് ചിലപ്പോൾ ബാക്ടീരിയ എന്ന് പറയാം, ഫംഗൈ എന്ന് പറയാം. ഇതൊന്നുമല്ല, വൈറസും അല്ല. നെഗ്ലേറിയ ഫൗളേറി ഇസ് എ ബ്രെയിൻ ഈറ്റിംഗ് അമീബ. അപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യുന്നത്? ഇത് വാം ആൻഡ് ഫ്രഷ് വാട്ടറിലാണ് ഇത് കൂടുതൽ ഉണ്ടാകുന്നത്. നമ്മൾ അങ്ങനത്തെ വെള്ളത്തിൽ, ഇതുള്ള വെള്ളത്തിൽ നമ്മൾ പോകുമ്പം നമ്മുടെ മൂക്കിലൂടെയാണ് ഇതകത്ത് കയറുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഡയഗ്രമാറ്റിക് റിപ്രസെൻറ്റേഷനാണ്. ഇത് ഇങ്ങനെ രീതിയിലുണ്ട്. ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്കാണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി നമ്മൾ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, സ്വിമ്മിങ്ങും അല്ലെങ്കിൽ എന്തെങ്കിലും ഈ എന്താ പറയുക ഡ്രിങ്കിങ് ആയിട്ടുള്ള വാട്ടറും, അത് പക്ഷേ ഇംപ്യൂർ ആയിട്ടുള്ള സ്ഥലത്ത് ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മൂക്ക് വഴി അകത്ത് കയറുകയും നമ്മുടെ ബ്രെയിനിന് അത് ഭയങ്കര ഒരു ഇഷ്യൂ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതായത് അമീബിക് മെനിഞ്ചോസെഫാലിറ്റിസ് എന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക ബ്രെയിൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് 2024 ന്യൂസ് വന്നിരുന്നു, അതിന് മുന്നേയും വന്നിരുന്നു. അപ്പോൾ ഒരുപാട് ന്യൂസിലിരിക്കുന്നതാണ്. അൺഹൈജീനിക് ആയിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ മെർക്കുറി ലെവൽസ് കൂടുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഈ രീതിയിലൊന്ന് നമ്മൾ അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് സ്വിമ്മിങ് ആൻഡ് ബാത്തിങ് ഇൻ അൺഹൈജീനിക് ആൻഡ് സ്റ്റാഗ്നന്റ് വാട്ടർ. ഇത്രയാണ് നമുക്ക് ഇതിനകത്തുള്ളത്. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് എന്താണ് കറസ്പോണ്ട് ചെയ്യുന്നത് മാത്രം നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ അടുത്ത ആർട്ടിക്കിളിലേക്ക് നമുക്ക് പോകുമ്പോൾ സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ. ഇതൊരു UPSCയിൽ ലാസ്റ്റ് ഇയർ 2024 ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്കിത് ആർട്ടിക്കിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫസ്റ്റ് ഫ്യൂവൽ പ്ലാന്റ്. ഇറ്റ് ഈസ് കമ്മിങ് ടു ഇന്ത്യാസ് ഫസ്റ്റ് പ്ലാന്റ്. ഇറ്റ് ഈസ് ആക്ച്വലി കമ്മിങ് ഇൻ പാനിപ്പട്ട് എന്ന് പറയുന്നത് ഇവിടെ ഹരിയാനയിലാണ്. അപ്പോൾ ഇതിന് ഒരു എന്താ പറയുക അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ആണ്. അപ്പോൾ ഇവർ എന്താ പറയുക നമ്മുടെ ഒരു ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവലിനെ നമ്മുടെ എന്താ പറയുക ഏവിയേഷൻ ഫ്യൂവൽ അവരുടെ ആ ഫ്യൂവൽ മിക്സ്ചറിലേക്ക് കൊണ്ടുവരിക. 1% ബ്ലെൻഡിങ് കൊണ്ടുവരിക. നമ്മൾ E20 എന്നൊക്കെ നമ്മൾ കണ്ടില്ലായിരുന്നു, എത്തനോൾ ബ്ലെൻഡിങ് എന്നൊക്കെ പറഞ്ഞത്. അതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ ഹിന്ദുവിൽ നിന്ന് വന്നിട്ടുണ്ട്. നമ്മൾ വേറെ ഏതെങ്കിലും ദിവസം ഡിസ്കസ് ചെയ്യും. അപ്പോൾ 1% നമ്മൾ അതിനകത്ത് 20% എത്തനോൾ ഇൻ പെട്രോൾ എന്നുള്ള രീതിക്കാണ് നമ്മൾ പറഞ്ഞത്. ഇതിനകത്ത് ഏവിയേഷൻ ഫ്യൂവലിനകത്ത് നമ്മളൊരു 1% നമ്മൾ സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവലാക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ടാർഗറ്റ് ബൈ 2027. അത് മോസ്റ്റ്ലി ഇൻ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സിലാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതൊരു ഇൻ്റർനാഷണലി നമുക്കൊരു മാൻഡേറ്റ് ചെയ്യപ്പെട്ട ഒരു നോർമാണ്. അപ്പോൾ ആദ്യം നമ്മളത് അച്ചീവ് ചെയ്തിട്ട് നമ്മുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സിലേക്കും ഇത് കൊണ്ടുപോകാനായിട്ടാണ് ഗവൺമെൻറ് എൻവിസേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ സസ്റ്റൈനബിൾ ഏവിയേഷൻ എന്ന് പറയാൻ വേറെ ഒന്നുമല്ല, അതൊരു ബയോ ഫ്യൂവലാണ് വിച്ച് ഇസ് ഗോയിങ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം ഫീഡ് സ്റ്റോക്സ് ആൻഡ് നമ്മുടെ എന്താ പറയുക യൂസ്ഡ് ആയിട്ടുള്ള കുക്കിംഗ് ഓയിലൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്ന്, പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്താ പറയുക ഇതിനെ നമ്മൾ എടുക്കും. ഒരു സെക്കൻഡ് കാണിച്ചു തരാം.
നമ്മുടെ ഹൗസ് ഹോൾഡ് വേസ്റ്റ്, കുക്കിംഗ് ഓയിൽസ്. നമുക്കറിയാം ഒരുപാട് റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഇപ്പോൾ ഇവർ പറയുന്നത് നമ്മുടെ ഹൽദിറാംസ് അല്ലെങ്കിൽ ഭയങ്കര ഹൈജീൻ നോക്കുന്ന റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഒരിക്കൽ യൂസ് ചെയ്ത എണ്ണയെ അവർ പിന്നീട് ഉപയോഗിക്കില്ല. അപ്പോൾ ആ എണ്ണയൊക്കെ നമുക്ക് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ എവിടെയെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, നല്ല സസ്റ്റൈനബിൾ രീതിയിൽ അതിനെ വീണ്ടും റീയൂസ് ചെയ്യുക എന്നുള്ള സംഭവം. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇതിനകത്ത് ഒരു സാധനം പറയുന്നത് നിങ്ങൾക്ക് ഒരു ചാലഞ്ച് ഞാൻ തരികയാണ്. അപ്പോൾ നമുക്ക് അതായത് വലിയ വലിയ ചേഞ്ചിൽ നിന്ന് നമുക്ക് ഈ കുക്കിംഗ് ഓയിലിൽ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ദർ ആർ ലാർജ് ഗ്രൂപ്പ് ഓഫ് എന്താ പറയുക സ്മോൾ യൂസേഴ്സ്. അവിടെ നിന്ന് നമുക്ക് എങ്ങനെ കളക്ട് ചെയ്യാം? ഇറ്റ് ഈസ് ഈസി ടു കളക്ട് ഫ്രം ലാർജ് ഹോട്ടൽ ചെയിൻസ്, ബട്ട് ദ കളക്ഷൻ ഫ്രം സ്മോൾ യൂസേഴ്സ് ഇൻക്ലൂഡിംഗ് ദ ഹൗസ് ഹോൾഡ്സ് ഇസ് എ ചാലഞ്ച്. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. നമുക്ക് വേറെ വരുന്ന ദിവസങ്ങളിൽ ഇതിന് എന്തെങ്കിലും ഐഡിയ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുകയെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇതിനെ കളക്ട് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഫീഡ് സ്റ്റോക്ക്, അതായത് ഫീഡ് സ്റ്റോക്ക് ഇസ് കൺവേർട്ടഡ് ടു സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ. ഇതിനെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫ്യൂവൽ ജെറ്റിനകത്ത് നമ്മളതിനെ ബ്ലെൻഡ് ചെയ്യും, എന്നിട്ട് ഇതിനെ ഉപയോഗിക്കും. ഇതുവഴി ഒരു 80% നമുക്ക് കാർബൺ എമിഷൻസിനെ സേവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ ബന്ധപ്പെട്ട് ആക്ച്വലി ഇതേ ടേം ഉപയോഗിച്ച് സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ എന്ന് പറഞ്ഞ് തന്നെ UPSCക്ക് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഫീഡ് സ്റ്റോക്സ് ആണ് ഇതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അഗ്രികൾച്ചർ റെസിഡ്യൂസ്, കോൺ ഗ്രെയിൻസ്, എന്താ പറയുക വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സ്ലഡ്ജ്, വുഡ് മിൽ വേസ്റ്റേജ്. അപ്പോൾ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിരുന്നത്. ഇതിൻ്റെ ആൻസർ വേറൊന്നുമല്ല, C ആണ്. എല്ലാ സാധനവും നമുക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് മേജർലി നമുക്ക് എന്താ പറയുക സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് കളയുന്ന സാധനങ്ങളെ തിരിച്ച് റീയൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് പ്ലാന്റ് വന്നിരിക്കുകയാണ്. പിന്നെ ഒരു ഗ്രാവിറ്റേഷണൽ ടഗ് ഓഫ് വാർ, ചിലപ്പോൾ നിങ്ങൾ ബ്ലാക്ക് ഹോളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇൻട്രസ്റ്റെല്ലാർ കണ്ട ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മളൊരു വലിയ ഗോർഗാഞ്ചുവ എന്നൊക്കെ പറഞ്ഞ് വലിയൊരു സംഭവം കണ്ടു. ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും കത്തുന്നുണ്ടാവില്ല. ക്രിസ്റ്റഫർ നോളൻ്റെ ഫാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അത് ഭയങ്കര മാസീവ് ആയിട്ടുള്ള സംഭവമാണ്. അത് നല്ല മാസീവ് സോ ദാറ്റ് അത് അതിനോട് തന്നെ ചുരുങ്ങും. ഭയങ്കര ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ, മാസ് ബൈ വോളിയം അല്ലേ. അപ്പോൾ നല്ല മാസുള്ള സാധനം പക്ഷേ ചുരുങ്ങി പോകുമ്പോഴത്തേക്കും വോളിയം കുറയും. അപ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. വോളിയം കുറയുന്നു പക്ഷേ നല്ല മാസമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി ഭയങ്കര ഹൈ ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കുന്നത്. ബ്ലാക്ക് ഹോളിൻ്റെ അകത്ത് ഗ്രാവിറ്റേഷണൽ പുൾ ഇസ് സോ സ്ട്രോങ് ദാറ്റ് ലൈറ്റിന് പോലും അതിന് പുറത്ത് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ബൈനറി സിസ്റ്റം ഇതൊരു ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നു. എന്താ പറയുക റിസർച്ചേഴ്സ് ഹാവ് സീൻ ദാറ്റ് സയൻറ്റിസ്റ്റ് അതായത് ബൈനറി സിസ്റ്റം എന്ന് പറയുന്നത് വേറൊന്നുമില്ല, രണ്ട് മാസീവ് ആയിട്ടുള്ള സ്റ്റാർസ് ഒരു ഫോർമേഷനിൽ കുറേ നാളായിട്ട് ഇങ്ങനെ ഇരിക്കും. അതിനാണ് ഒരു എന്താ ബൈനറി സിസ്റ്റം, ബൈനറി 2 എന്നുള്ള രീതിക്ക് പറയുന്നത്. അപ്പോൾ അത് ആക്ച്വലി ഒരു ജൈൻറ്റ് സ്റ്റാറും ഉണ്ട്, പിന്നെ എന്താ പറയുക നമുക്കൊരു ബ്ലാക്ക് ഹോളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജൈൻറ്റ് സ്റ്റാർ എന്ന് പറയുന്നത് ആക്ച്വലി അത് ഭയങ്കര കൂടുതലാണെന്നുണ്ടെങ്കിലും ഈ ബ്ലാക്ക് ഹോളിൻ്റെ ഒരു ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം ഇത് കണ്ടോ ചെറുതായിട്ട് അതിനെ വലിച്ച് ഡിസ്റ്റോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു റോങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെയാണ് ചൂസ് ചെയ്തതെന്നാണ് ഇതിനകത്ത് പറയുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ചുമ്മാ ഒന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു നമുക്ക് ആക്ച്വലി UPSC 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ജൈൻറ്റ് സ്റ്റാർസ് ലീവ് മച്ച് ലോങ്ങർ ദാൻ ഡ്വാർഫ് സ്റ്റാർസും കമ്പയർഡ് ടു ഡ്വാർഫ് സ്റ്റാർസ് ജൈൻറ്റ് സ്റ്റാർസ് ഹാവ് എ ഗ്രേറ്റർ റേറ്റ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻസ്. ഇത് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക, പക്ഷേ ജൈൻറ്റ് സ്റ്റാർസ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ആളി കത്തുന്ന ജൈൻറ്റ് സ്റ്റാർസ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ റേറ്റ് ഓഫ് റിയാക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ എന്താവും, അവരുടെ ലൈഫ് ആക്ച്വലി വിൽ ബി ഷോർട്ടർ. ഈ ഡ്വാർഫ് സ്റ്റാർസ് എന്ന് പറയുന്നത് അത്യാവശ്യം ചെറിയ റേറ്റ് ഓഫ് ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സംഭവമാണ്. അപ്പോൾ ഈ ജൈൻറ്റ് സ്റ്റാർസ് ആക്ച്വലി ദേ ഡു നോട്ട് ലീവ് മച്ച് ലോങ്ങർ. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി തെറ്റാണ്. നല്ലപോലെ കത്തുന്നതുകൊണ്ട് പെട്ടെന്ന് അത് ഡൈ ചെയ്യും. ഈ ജൈൻറ്റ് സ്റ്റാർസ് ഒക്കെ പെട്ടെന്ന് ഡൈ ചെയ്യും. അപ്പോൾ അതാണ് സംഭവം. ഇപ്പോൾ ആൻസർ ആക്ച്വലി വരുന്നത് D ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ആക്ച്വലി ഇൻകറക്റ്റ്. ഇപ്പം നിങ്ങൾക്ക് ഇതൊന്നും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, അതുകൊണ്ട് അതൊരു വലിയ വിഷയമൊന്നുമല്ല. ബട്ട് വി ആർ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു UPYക്ക് വന്നതുകൊണ്ട് ഇങ്ങനത്തെ ന്യൂസ് വരുമ്പോൾ നമ്മളത് വായിച്ചു പോകുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയാണ് ആക്ച്വലി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. നമ്മളിന്ന് ആക്ച്വലി എന്തൊക്കെയാണ് പറഞ്ഞത്, നമ്മൾ ആഫ്രിക്കയിലെ രീതിയിൽ എങ്ങനെയാണ് പുതിയ രീതിയിൽ നമ്മൾ എൻഗേജ് ചെയ്യണം എന്നുള്ള രീതിക്ക് പറഞ്ഞു. നമീബിയയിലെ കാര്യം പറഞ്ഞു. നമീബിയ വേറൊരു കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാണ്? നമ്മുടെ ചീറ്റ റീഇൻട്രഡക്ഷൻ പ്രോഗ്രാമിന് നമ്മൾ ചീറ്റാസിനെ കൊണ്ടുവന്നത് നമീബിയയിൽ നിന്നായിരുന്നു. അതുമാത്രമല്ലാതെ നമ്മുടെ ഒരു SNP ഗ്ലോബൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി നമ്മൾ പറഞ്ഞു, അതിനെ നമ്മൾ ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, നമ്മൾ ECAയുടെ അപ്പോയിൻമെൻറ്റ്, അതിൻ്റെ ഒരു കേസിൻ്റെ പേര് നമ്മൾ പറഞ്ഞല്ലോ, എന്തായിരുന്നു? അനൂപ് ബരൻവാൾ കേസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതല്ലാതെ പിന്നെ നമ്മളൊരു ബ്രെയിൻ ഈറ്റിംഗ് അമീബിയയുടെ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു? നെഗ്ലേറിയ ഫൊളേറി. സ്പെല്ലിംഗ് ഒന്നും തെറ്റിക്കരുത്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും പ്രിലിംസിനൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഇതിനൊന്നും ആവശ്യം വരില്ല, ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. നെഗ്ലേറിയ ഫൗളേറി എന്നുള്ളൊരു കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവലിൻ്റെ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു. ഇതിന് 1% ആണ് ടാർഗറ്റ്, വിച്ച് ഇസ് ഗോയിങ് ടു ബി അച്ചീവ്ഡ് ബൈ 2027. ഇത് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സിന് മാത്രമാണ്, ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സിന് ഇനി അത് മാൻഡേറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആക്ച്വലി ഇന്ന് മെയിനായിട്ട് കണ്ട ആർട്ടിക്കിൾസ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്. ഇന്ന് കുറച്ച് ലെങ്തി ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ നമ്മൾ മാക്സിമം ഷോർട്ടൻ ചെയ്യാൻ നോക്കാം. ഇനി ഇവിടെ കുറച്ച് പണിയും നടക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് സൗണ്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നാളെ നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആർട്ടിക്കിൾസുമായിട്ട് കാണാം. ഓക്കെ, ബൈ.